നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തവണ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാൻ ഇൻ്റർ മയാമി ഉണ്ടല്ലോ. 32 ടീമുകളുള്ള ബൃഹത്തായ ക്ലബ്ബ് വേൾഡ് കപ്പാണ് ജൂൺ ജൂലൈ മാസത്തിൽ USA അരങ്ങേറാൻ പോകുന്നത്. പക്ഷേ മയാമിയുടെ ഈ ടീമും കൊണ്ട് ക്ലബ്ബ് വേൾഡ് കപ്പ് കളിച്ചാൽ എന്താവും അവസ്ഥ? നന്നായിട്ടറിയാം സുവാരസിന്. അതുകൊണ്ട് തന്നെ സുവാരസ് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു, ക്ലബ്ബ് വേൾഡ് കപ്പ് എന്ന ഗ്രേറ്റ് ടൂർണമെൻറ്റ് ഡിമാൻഡ് ചെയ്യുന്ന രൂപത്തിലുള്ള ടീം ഉണ്ടാക്കണമെങ്കിൽ ഇനിയും ട്രാൻസ്ഫർ മാർക്കറ്റിൽ ടീം കുറച്ചുകൂടി ഓപ്പണായിട്ട് ഇടപെടേണ്ടതുണ്ട് എന്ന്. ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സുവാരസ് പറഞ്ഞ വാക്കുകളിലേക്കൊന്ന് പോകാം. ഞങ്ങൾ കൂടുതൽ ഓപ്പൺ ആവേണ്ടതുണ്ട് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ആൻഡ് ഗെറ്റ് പ്ലെയേഴ്സ് അറ്റ് ലെവൽ സ്യൂട്ടബിൾ ഫോർ ദി ക്ലബ്ബ് വേൾഡ് കപ്പ്. ക്ലബ്ബ് വേൾഡ് കപ്പിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള താരങ്ങളെ ലഭിക്കേണ്ടതുണ്ട്. അങ്ങനെ ആ ട്രാൻസ്ഫർ മാർക്കറ്റിലൂടെ ഈ ടൂർണമെൻറ്റ് ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള പ്ലെയേഴ്സിന് ആവശ്യമാണ് എന്ന് തന്നെ ഇപ്പോൾ അദ്ദേഹം പറയുന്നു. അതേസമയം ഹാവിർ മഷറാനോ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വാക്കുകൾ കൂടി നോക്കണം. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ ചില അഡീഷൻസ് ടീമിലേക്ക് താരങ്ങളെ കൊണ്ടുവരുന്നത് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വളരെയധികം കോൺഫിഡൻ്റ് ആണ്. ചില ഡീൽസ് ഇപ്പോൾ ഫൈനലൈസ് ചെയ്യാൻ ആയിരിക്കുന്നുണ്ട്. ഐ ഹാവ് റിക്വസ്റ്റഡ് സം ഡീൽസ് ടു ഷേപ്പ് ദി ടീം ബിഫോർ ദി സ്റ്റാർട്ട്. സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് ടീം ഒന്ന് ഷേപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ട്രാൻസ്ഫറുകൾ നടക്കണമെന്ന് താൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ടീമിൻ്റെ തലപ്പത്തിരിക്കുന്നവരോട് എന്ന് കോച്ചും സ്ഥിരീകരിക്കുന്നു. ചുരുക്കത്തിൽ ഇൻ്റർ മയാമിയിൽ വലിയ മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം. ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാൻ അവർ കൂടുതൽ കരുത്തരായി എത്തുമെന്ന് വേണം കരുതാൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.